നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് അബുദാബിയിലാണ്. കോണ്ടിനെൻ്റൽ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് എന്ന കമ്പനിയുടെ അസോസിയേറ്റ് പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ നിരവധി സംഘടനകളുടെ സാന്നിധ്യമായി മാറിയ പ്രിയങ്കരനായ ചെറിയാൻ ജോണാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ വിരുന്നിലേക്ക്. സർ, നമസ്കാരം. നമസ്കാരം. ഒരു പ്രവാസ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു താങ്കളുടെ ഒരു പ്രവാസ ജീവിതം തുടങ്ങുന്നത് എന്നൊന്ന് പറയാമോ? പ്രവാസ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 1992 കാലയളവിൽ ഇവിടെ അബുദാബിയിൽ ആദ്യം വിമാനമിറങ്ങിയ സമയത്ത് ആ ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. അന്ന് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു ജോബ് വേണം എന്ന് ചിന്തിക്കുന്ന ആ പീരീഡിൽ ഇവിടെ വരാൻ സാധിച്ചു. അന്ന് UAE ഇന്ന് കാണുന്ന UAE ആയിരുന്നില്ല. വളരെ മാറ്റങ്ങൾ അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. UAEയുടെ വളർച്ച പല സമയങ്ങളിൽ നമ്മൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ വന്ന് ചെറിയ രീതിയിലുള്ള ജോബായിരുന്നു കിട്ടിയിരുന്നത്. അന്നത്തെ ഇൻകവും ഇന്നത്തെ ഏണിങ്ങും ഒക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. തീർച്ചയായിട്ടും അന്ന് ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഒരു വ്യക്തി ഇവിടെ വന്ന് ഒരു ജോബിന് ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്ന് പല സ്ഥാപനങ്ങളും മാറി മാറി ജോലി ചെയ്തു. ഇന്ന് ഈ നിലയിൽ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും ഉള്ള പശ്ചാത്തലത്തിൽ നിൽക്കുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ? ഫാമിലിയെക്കുറിച്ച് നമ്മളുടെ കമ്മിറ്റ്മെൻ്റ് എന്താണ്? അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരെ സപ്പോർട്ട് ചെയ്യാം, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണോ, അതോ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണോ? ഇതിന് ഒരു ഉത്തരം, നമ്മൾ ജീവിച്ചതിന് ശേഷം അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതിനൊരു ഉത്തരം ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ. ലൈഫ് സ്പാനിനിടയിൽ ഇൻഷുറൻസ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതൊക്കെ തരം സേവനങ്ങളാണ് താങ്കൾക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് അറിയാൻ. ബിസിനസ് സ്ഥാപനങ്ങളുടെ ഇൻഷുറൻസ് മുതൽ അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ മെഡിക്കൽ ഇൻഷുറൻസ്, അതുകൂടാതെ ഓരോ വ്യക്തികൾക്കും വേണ്ടതായിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ്, അതിനോട് അനുബന്ധിച്ച് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ്, ഫാമിലി ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്ലാനിങ്, മാരേജ് പ്ലാനിങ്, സ്വന്തം റിട്ടയർമെൻറ്റ് പ്ലാനിങ് തുടങ്ങിയ പല വിധത്തിലുള്ള ആവശ്യങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും, അല്ലെങ്കിൽ അത് ബിസിനസ് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ ബിസിനസ് അല്ലാത്തതാവാം, നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. താങ്കൾ ഈ ഒരു മേഖലയിൽ ബിസിനസ്സുകാർക്ക് കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന്? ബിസിനസ് പ്രൊട്ടക്ഷൻ ആയിട്ട് കീമാൻ ഇൻഷുറൻസ് ബിസിനസ് പ്രൊട്ടക്ഷനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ കീ എംപ്ലോയി, ആ വ്യക്തി ആ സ്ഥാപനത്തിന് എന്തുമാത്രം വാല്യുബിളാണ് എന്നുള്ളതാണ് കീമാൻ ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട മെയിനായിട്ടുള്ള പോയിന്റ്. ആ വ്യക്തിയുടെ അഭാവത്തിൽ ആ സ്ഥാപനത്തിനുണ്ടാകാവുന്ന നഷ്ടത്തെ നികത്താൻ വേണ്ടിയാണ് കീമാൻ ഇൻഷുറൻസ് യൂസ് ചെയ്യുന്നത്. എന്താണ് MDRT കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? താങ്കളിലുള്ള കമ്പനിയുടെ വിശ്വാസവും? $1 മില്യൺ മുകളിൽ ഉള്ള സം അഷ്വേർഡ് ചെയ്യുന്ന വ്യക്തികൾ 31 വ്യക്തികൾ ചേർന്നാണ് ഈ സംഘടന രൂപീകരിക്കുന്നത്.
ഇന്ന് വളർന്ന് പന്തലിച്ച് അമേരിക്കയിൽ നിന്നും അത് ഇൻ്റർനാഷണലൈസ് ചെയ്ത് ഇന്ന് ഗ്ലോബൽ ഓർഗനൈസേഷനായിട്ട് മാറിയിരിക്കുകയാണ്. MDRT ഈസ് എ ഗ്ലോബൽ ഓർഗനൈസേഷൻ നോ. 42,000 മെമ്പേഴ്സ് അറൗണ്ട് ദ ഗ്ലോബ്. ഏതൊക്കെ രാജ്യങ്ങളിലാണ് കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളത്? യാത്രാവിശേഷങ്ങൾ ഒരുപാട് യാത്രകളുണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ. ഇതിന് വന്നതിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. അതുകൂടാതെ ഫാർ ഈസ്റ്റ്, ദെൻ കാനഡ. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ പുതിയ പുതിയ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നു, പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നു. വേൾഡ് വൈഡ് എല്ലാ വർഷവും ഞങ്ങൾ അവിടെ ഒരിടത്ത് ഒത്തുകൂടി വീണ്ടും ആ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മേഖലയിൽ നിൽക്കാനായിട്ടുള്ള അതും ഊട്ടിയുറപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കുന്നുണ്ട്. താങ്കളുടെ ഒരു ജോബും അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് മേഖലയും ഈ പൊതുരംഗവും തമ്മിലുള്ള അതെങ്ങനെയാണ് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കലർത്തി കൊണ്ടുപോകാൻ കഴിയുക? അതൊരു വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം. അതെ, അതൊരു നല്ല ചോദ്യം തന്നെയാണ് ചോദിച്ചത്. ഞാനും പലപ്പോഴും ചിന്തിക്കുന്നൊരു ചോദ്യമാണ്, എങ്ങനെ ഇത് എല്ലാം കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കാരണം MDRTയിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട്, ഹോൾ പേഴ്സൺ കൺസെപ്റ്റ്. ഹോൾ പേഴ്സൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ബിറ്റ്വീൻ വർക്ക്, ലൈഫ്, ഫാമിലി ആൻഡ് സ്പിരിച്വൽ സോഷ്യൽ ലൈഫ്. അപ്പം നമ്മളുടെ ഓരോ ആക്ടിവിറ്റിക്കും ഇടയിൽ ദർ ഇസ് ആൻ ഇൻ്റർവെൽ. ഓക്കെ, if you can manage that time properly, we can do all these activities at a time. സാർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും താങ്കളുടെ ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസുകൾ വർക്ക് ചെയ്യുന്നത് UAEയിൽ ഏതൊക്കെ എമിറേറ്റിലാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? ഓഫീസിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും ഒന്ന് പറയും. കോണ്ടിനെൻ്റൽ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ്, അതാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര്. ഹെഡ് ഓഫീസ് ദുബൈയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദുബൈയിൽ തന്നെ 2 ഓഫീസുണ്ട്. ജുമേറ ലേക്ക് ടവേഴ്സിലാണ് ഹെഡ് ഓഫീസ്. The next other office is in Karama. Then we have another office here in Abu Dhabi, very close to my house. And in UAE we have got 2 other offices. One is in Al Ain and another office in Sharjah. താങ്കളുടെ ചർച്ച ആക്ടിവിറ്റി ഉൾപ്പെടെയുള്ള വിശേഷങ്ങൾ നമുക്ക് പങ്കു. YMCAയിൽ വരുന്നതിന് മുൻപേ ചർച്ച ആക്ടിവിറ്റി ആയിരുന്നു പറയാനായിട്ടുള്ളത്. 1992 മുതൽ ചർച്ചിൽ ആക്റ്റീവായ മെമ്പറാണ് ഞാൻ. അതോടൊപ്പം തന്നെ ചർച്ചിൻ്റെ യുവജന സംഘടനയായ യൂത്ത് ലീഗിലും 2000 മില്ലേനിയം കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു യുവന പ്രസ്ഥാനത്തിൽ. അതൊക്കെയായിരുന്നു നമ്മളുടെ ഈ ഫീൽഡിലേക്ക് വരാനുള്ള പ്രചോദനവും ഊർജ്ജവും ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഫാമിലിയായി കുറച്ച് ചർച്ച അങ്ങനെയുള്ള ആക്ടിവിറ്റിയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായി. കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനുള്ള സമയം, ഒപ്പം കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്? നാട്ടിലെ വിശേഷങ്ങൾ, പഠന കാലഘട്ടം, ഇപ്പോഴുള്ള താങ്കളോടൊപ്പമുള്ള കുടുംബം. സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്നത് 1987 ഞാൻ പഠിച്ചത് സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് കൊട്ടാരക്കരയുള്ള സ്കൂളിലാണ്, കരിക്കും ആണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. അവിടെ നിന്ന് സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ് കൊട്ടാരക്കര പ്രീ ഡിഗ്രിയും ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഗൾഫിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരിക ചെയ്തത്. പേരൻസ്, ഫാദർ, പപ്പ ഡോക്ടർ PI ജോൺ ഇന്ന് ഇല്ല, ഒരു ആക്സിഡൻറ്റ് മൂലം മരണപ്പെട്ടു. അത് 1996. മമ്മി നാട്ടിലാണ്. പിന്നെ ഒരു ബ്രദർ നാട്ടിലുണ്ട്. എൻ്റെ സിസ്റ്ററും, ഞങ്ങൾ 4 പേരാണ്. സിസ്റ്ററും വേറെ ബ്രദറും ദുബൈയിൽ ജോലി ചെയ്യുന്നു. വൈഫും 3 കുട്ടികളും. വൈഫിൻ്റെ പേര് അനി. കുട്ടികൾ ക്രിസ്റ്റീൻ, ഏഞ്ചലിൻ ആൻഡ് ഷോൺ. അവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പഠനമൊക്കെ കുട്ടികളുടെ? അതെ, കുട്ടികൾ അബുദാബി ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നു. വൈഫ് മഫ്രഖ് ഹോസ്പിറ്റലിൽ ചാർജ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും താങ്കളുടെ ജീവിതത്തിനും തുടർന്നുള്ള ലൈഫിനും. ഇനിയും താങ്കളുടെ ലൈഫിൽ കൂടുതൽ ജീവാരുണ്യ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനങ്ങൾ നടക്കട്ടെ. സർവേശ്വരൻ എല്ലാ ഐശ്വര്യങ്ങളും താങ്കൾക്ക് തരട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.